ഇപ്പോൾ ഏകദേശം വെളുപ്പിന് 2:15 എക്സാമിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. എൻ്റെ ഉറക്കത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ ഒരു അവലോസ് പൊടിയാണ്, അവലോസ് പൊടിയും പഞ്ചസാരയും. അപ്പോൾ 2:15 വരെ നമ്മളിരുന്ന് പഠിച്ചു. ഇനി ഉറങ്ങണം, 5 മണിക്ക് എഴുന്നേൽക്കണം രാവിലെ. കഷ്ടിച്ചൊരു 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റും. അപ്പം എന്തായാലും ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കണം. അപ്പോൾ ഇനി രാവിലെ കാണാം. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേച്ച് കുറച്ച് പഠിച്ചു. ഇപ്പം സമയം ഏകദേശം ഒരു 7:30 ആവാനായി. ഇനി എനിക്ക് ഒരു 9:30 ആകുമ്പോൾ എനിക്ക് ക്ലാസ്സിലെത്തണം. അപ്പം ഇനിയിപ്പോൾ റെഡി ആവണം. റെഡി ആയിട്ട് നേരത്തെ ഇന്ന് ക്ലാസ്സിൽ പോകണം. കാരണം അവിടെ പോയിട്ട് ഹോൾ ടിക്കറ്റും കാര്യമൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ റെഡി ആവണം. അപ്പം ഇനി കോളേജിൽ പോയിട്ട് കാണാം. ഇതും പറഞ്ഞ് ഞാൻ നേരെ പോയത് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന വായന. നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. 1-2 അബദ്ധമൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ആദർശാണുള്ളത്. നിനക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പൊതുവെ സ്ഥിരമായിട്ട് തന്നെ. അവൻ എക്സാം സ്ഥിരം പോലെ തന്നെ. അത് നമ്മുടെ കാർ കിടക്കുന്നുണ്ട്. ഞാനല്ല പാർക്ക് ചെയ്തത്, ഇവനാണ് പാർക്ക് ചെയ്തത്. നിനക്ക് ഇവൻ എക്സാം ഇല്ല, ഇവൻ എൻ്റെ സീനിയർ ആയിരുന്നു. നിനക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ആക്ച്വലി അത്ര വാരി വലിച്ചൊന്നും എഴുതണ്ട, നമ്മൾ മാർക്കിനുള്ളത് മാത്രം എഴുതി. പക്ഷേ ഇവൻ 1.5 പേജൊക്കെ എഴുതി, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഗൈസ്. ഇവർക്ക് എക്സാം ഒന്നുമില്ല, ഇവർ നമ്മുടെ സീനിയർ ആണ്. ഇവർക്ക് PG സ്റ്റുഡൻസ് ആണ്, അല്ല സോറി MA സ്റ്റുഡൻസ് ആണ്. അപ്പം ഇവരൊക്കെ നല്ല പാടുന്ന പിള്ളേരാണ്. ഇവരെയൊക്കെ കൊണ്ട് ഞാൻ ഒരു ദിവസം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. 1 hour ആണ് എക്സാം ഉള്ളത്. ഇനിയിപ്പോൾ അടുത്തത് സാൻസ്ക്രിറ്റ് എക്സാം ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്റെ വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫ്ലോപ്പ് ആയി. എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ബട്ട് അതൊന്നും കറക്റ്റ് അല്ല. എന്റെ ഓൺ വേർഡ്സിലൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. കാരണം ഞാൻ 2 ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ല, ഞാൻ വിട്ടുപോയി. എനിക്ക് സമയം തികഞ്ഞില്ല. സമയം തികയാത്തല്ല, ഞാൻ ശ്രദ്ധയോടെ എഴുതാത്തതാണ്. ഇഷ്ടം പോലെ എനിക്ക് സമയം ഇല്ലാത്തല്ല, ഞാൻ ശ്രദ്ധയോടെ എഴുതിയില്ല. അതുകൊണ്ട് എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല. ബട്ട് ഓക്കെ, ഏതോ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, തോറ്റാലും ജയിച്ചാലും മീശ മുറുക്കണം എന്ന്. അതുപോലെ നമ്മൾ പരീക്ഷയ്ക്ക് ഇനി തോക്കുന്നോ ജയിക്കുന്നോ എന്നതിലല്ല കാര്യം, ഭക്ഷണം എന്ത് കഴിക്കുമെന്നതിലാണ് കാര്യം. ഫ്രൂട്ട് ബേയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല. നേരെ തന്നെ ഒരു പാസ്തയും അതുപോലെ ഒരു ഓറിയോ ഷേക്കും പറഞ്ഞു. അങ്ങനെ ഓറിയോ ഷേക്ക് കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് അവർ വന്ന് പറഞ്ഞത് പാസ്ത റെഡി ആയിട്ടില്ല, അപ്പം റെഡിയാകാൻ സമയം എടുക്കും. പക്ഷെ എനിക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് നേരെ ഞാൻ ലോഡഡ് ഫ്രൈസിലോട്ട് ചാടി. ലോഡഡ് ഫ്രൈസ് ഓപ്റ്റ് ചെയ്തത് ഒരു അബദ്ധമായി പോയി എന്ന് എനിക്ക് ആദ്യം തോന്നിയെങ്കിലും പിന്നെ മനസ്സിലായി നല്ല അബദ്ധമായിട്ടുണ്ടെന്ന്. കാരണം അത് സ്പൈസി ആയിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ കാരണം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ വായിച്ചു നോക്കിയില്ല. കണ്ടപാടെ അങ്ങനെ എടുത്തു ചാടി വാങ്ങിയൊരു സാധനമാണ്. സാധാരണ ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രൂട്ട് ബേയിൽ നിന്ന് പാസ്തയാണ് കഴിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ബട്ട് സ്പൈസി കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് അടിപൊളിയായിരിക്കും. അവസാനം പകുതിക്ക് വെച്ച് നിർത്തി ഞാൻ അങ്ങോട്ട് ഇറങ്ങി, അല്ലാതെ വേറെ വഴി ഇല്ലാഹേ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി നാളെ ചൊവ്വാഴ്ച, അത് കഴിഞ്ഞ് ബുധനാഴ്ചയാണ് ഇനി അടുത്ത എക്സാം. അപ്പം ഇന്ന് മുതൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും. അപ്പം ഞാൻ ഫുഡ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് സ്പൈസി ആണത്. എനിക്കാണെങ്കിൽ അത്ര എരിവ് പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിനായിരുന്നു. കാരണം പാസ്ത കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഞാൻ കഴിക്കുമെന്ന് വിചാരിച്ചാണ് വാങ്ങിയത്. പക്ഷെ അത് കുറച്ച് സ്പൈസി ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എക്സാമും ഫുഡ് ഡേയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും അടുത്ത കുറേ കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ ബൈ. ഞാൻ വീഡിയോ എടുക്കുന്നത് നിർത്തിയതാണ്, പക്ഷെ പിന്നെയും നമ്മൾ വീടെത്തിയപ്പോഴാണ് അറിഞ്ഞത് ആൻമോൾക്ക് ഇന്ന് മുതൽ എക്സ്ട്രാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പോകുന്ന വണ്ടി കാണത്തില്ല. അപ്പം നമ്മളിന്ന് ഞാനും അഞ്ചു ആനിനെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇപ്പം 4:30 4:30 അവിടെ കഴിയും. അപ്പം നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പം അഞ്ചു ഒരു മസ്കാ ബന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആനിന് വേണ്ടിയിട്ട്. അപ്പം ആൻ ഈ റീസെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് മസ്കാ ബൻ. എപ്പോഴും
ഭയങ്കര അതിൻ്റെ ആ ഒരു അകത്തുള്ള ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ അതും കൊണ്ടിന്ന് പോവുകയാണ്. പിന്നെ നമ്മൾ ചെറിയ ഒരു അടിയിലൊക്കെ ആയിരുന്നു 2 ദിവസം വേണ്ടി ഞാൻ തന്നെ മിണ്ടാത്ത. അപ്പൊ ഇന്ന് നമ്മുടെ അടിയൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്ന. അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായിട്ടുള്ള മധുരം വിതരണമാണ് നടക്കാൻ. അപ്പൊ എന്തായാലും ഇനി അവിടെ സ്കൂളെത്തിയിട്ട് കാണാം. ഇത് എൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ആൾ എന്നെ കണ്ടപ്പോഴേക്കും രണ്ടാമത്തെ ആളുടെ അടുത്ത് പറയാണ് ഇത് വ്ളോഗറാണെന്ന്. എനിക്ക് അങ്ങോട്ട് സന്തോഷമായി. ആരാണ് ഈ മസ്കാബൻ ട്രെൻഡ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആൻമോൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന കുറേ ഭക്ഷണ സാധനങ്ങളിൽ ഒരെണ്ണമാണ് ഈ മസ്കാബൻ. ഇതാരാണ് ഇത്ര ആക്കിയത്? പിന്നെ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും മസ്കാബനും ഒക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് അമ്മേനെ കാണാനാണ്. അമ്മ ഫുള്ള് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മളെ കണ്ടപ്പോൾ ഓടി വന്നു. ഒരു 2-3 ദിവസമായിട്ട് ഞാനും അമ്മയും കുറച്ച് വിഷമത്തിലായിരുന്നു. അപ്പം അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരിത്തിരി വിഷമം നമുക്ക് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പം ഇന്ന് തന്നെ പെട്ടെന്ന് അമ്മ ഇങ്ങനെ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ഞാനും കുറേ കരയാൻ തുടങ്ങി. ഇവിടെ വന്ന് അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ആൻമോക്ക് ഒരു സാധനം കൊടുക്കാൻ പോവുകയാണ്. ആന് ഭയങ്കര വയറ്റുഭാഗ്യമാണ്. എന്തോന്നാണ് കൊടുക്കാൻ പോണ? ഒരു ചോക്ലേറ്റ്. അയ്യോ, ഓൾറെഡി കണ്ടതാണ് അഭിനയിക്കുന്നത്. ഞങ്ങൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ് അമ്മ. അത്